ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും നിങ്ങൾ ഇടണം കേട്ടോ. കമൻറ്റാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ അതാ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് നമ്മൾ രാഗി സേമിയയും കൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. എന്നാൽ പിന്നെ എന്താ പറയുക, കറിയൊന്നും വേണ്ടല്ലോ. അത് പുട്ട് അങ്ങനെ പഞ്ചസാര ഇട്ട് തിന്നണവർക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ആരും പഞ്ചസാര ഒന്നും ഇടലില്ല, അങ്ങനെ തന്നെ കഴിക്കലാണ്. എന്നാൽ തന്നെ ഇവിടെ കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതാ കുറച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പും വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്നത് പൊതിർത്തിയെടുക്കണം. ഇതിൽ കുറച്ചധികം വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതങ്ങോട്ട് കുതിർന്നാകുമ്പം നല്ലോണം അങ്ങോട്ട് വെള്ളം അതിൽ സെറ്റായി നിൽക്കും കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പൈക്ക് നാളികേരം ഒന്ന് ചിരകിയെടുക്കലാണ്. എന്നിപ്പോൾ മുപ്പർക്ക് 6 മണിക്ക് പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടും അപ്പോൾ പിന്നെ ഞാൻ വേഗം ഈ പുട്ടാക്കാമെന്ന് കരുതിയതാണ്. കാരണം എന്താ പറയുക, കറിയും കടിയും ഒക്കെ പാടാകുമ്പോൾ ഈ 6 മണിയാകുമ്പോൾ നമുക്ക് ആയി കിട്ടൂല. അപ്പോൾ വേഗം പണി എളുപ്പം നോക്കിയതാണ് കേട്ടോ. കുട്ടികൾക്കും തന്നെ ഇഷ്ടപ്പെട്ട കടിയാണ്. അതിൻ്റെ അടിയിൽ നമ്മൾ ചായൻ്റെ വെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പൊടി ഇട്ട് കാണ്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. അതാ തേങ്ങയൊക്കെ ചിരകി വെച്ചപ്പോൾ നമ്മൾ പുട്ടിടാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അതാ നമ്മൾ ഒരു കുറ്റി നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ അതാ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ബിജു ഇവിടൊക്കെ ഇപ്പോൾ ചുടി കിടക്കല്ലേ, വാ ഇവിടൊക്കെ മദ്രസ ഉണ്ട്, വാ മദ്രസ അവന് പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കണ്ടോ, ഇവിടെ വലിയൊരു കൊല കണ്ടില്ല ഞങ്ങൾ. ഇതിൻ്റെ അടിയത്തെ ചീർപ്പുകൊണ്ട് എടുത്തിട്ട് ഒന്ന് ഉപ്പേരി വെക്കാമെന്ന് കരുതി. ഇന്ന് ഉപ്പേരി വെക്കാനൊന്നുമില്ല, അതുകൊണ്ട് ഇന്നിപ്പോൾ സ്കൂൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടണ്ടേ. അപ്പം ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ അതുമ്മ മല്ലിക്കെട്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇതാക്കിയിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും അങ്ങോട്ട് ചീർപ്പ് പോരണ്ടേ. എന്താ പറയുക, മറ്റേ മേലത്തെ കായുമ്മ തട്ടും ചെയ്ത് കത്തിയുമ്മ തട്ടി കഴിഞ്ഞാൽ ആ കായ കേടരും കേട്ടോ. പൈക്കുമ്പോൾ പിന്നെ കേടരും. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ പറിച്ചത് കേട്ടോ. എന്നാൽ തന്നെ ഒരു കായമ്മ തട്ടിയിട്ടുണ്ട്. ആ കായം കൂടി ഞാൻ എടുത്തിട്ട് പിന്നെ ഉപ്പേരിക്ക് കൂട്ടിയേക്കാണ് കേട്ടോ. അങ്ങനെ കൊല ഞാൻ അതേപോലെ അങ്ങോട്ട് നിർത്തിയുടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അറിയില്ല, ഇനി അടിയത്തെ ചെറുപ്പെടുത്തുന്നൊന്നും ആരും അറിയില്ല കേട്ടോ. അങ്ങനെ നിർത്തി അതേപോലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കാണ്ട് ഇങ്ങനെ ഈ 4 സൈഡിലും ഇങ്ങനെ ഉണ്ടാവും. അത് മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. തൊലി ഫുള്ള് കളയണമെന്നൊന്നുമില്ല. അതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഞാൻ പിന്നെ സ്കൂളിലെ ദിവസം എന്നും ഉപ്പേരിക്കുള്ളതൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞു വെക്കലാട്ടോ. കാര്യം വലിയ വാക്ക് സ്കൂള് 8 മണിയാകുമ്പോഴേക്കും അവൻ ഇവിടുന്ന് പോകും. 9 മണിക്കാണ് ക്ലാസ് തുടങ്ങണത്. 8:45 ക്ലാസ്സിലെത്തണം കേട്ടോ. നിർബന്ധമാണ് എത്തണം എന്നുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് അവന് 8 മണിക്ക് ഇറങ്ങും. അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആവണ്ടേ. അപ്പം ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞു വെക്കും. പിന്നെ ഈ പച്ചക്കായ എന്നാണെങ്കിൽ അങ്ങനെ അരിഞ്ഞു വെക്കലൊന്നുമില്ല കേട്ടോ. അത് രാവിലെ തന്നെ വേഗം അരിഞ്ഞാണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കും. കുറച്ച് അതിൻ്റെ കറൊക്കെ ഒന്ന് പോകട്ടെ എന്നില്ലാണ്ട് അതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മളെ വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ കേകി കാണ്ടേക്കാണ് കൊണ്ടുവരുന്നുണ്ട്. ഇനിയിപ്പോൾ അതേ കണ്ടിട്ട് അതവിടെ കടന്ന് അങ്ങനെ വെന്തോളും. ഉപ്പേരിയും എന്തെങ്കിലും കറിയൊക്കെ ആകുമ്പോക്കിന് ആ ചോറവിടെ കടന്ന് വേഗം കേട്ടോ. ഇന്നിപ്പോൾ രാഗിപ്പുട്ടായതുകൊണ്ട് തന്നെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പിൽ തന്നെ തീ മുട്ടി. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കണ്ട് നമ്മൾ കായും അവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും പച്ചമുളകും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പം ഉള്ളിയും ഒരു കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കിഴങ്ങ് വാട്ടിയാലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു ഉള്ളിയും എടുത്തിട്ട് ഉള്ളിയും കിഴങ്ങും കൂടി വാട്ടാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ അതൊക്കെ അരിയണതിൻ്റെ മുന്നേ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ അരിഞ്ഞ് വെച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പിന്നെ അത് തൂമിച്ച് വെക്കാം, എന്നിട്ട് വെക്കാം. ഉള്ളിയും തക്കാളിയും പിന്നെ ഉള്ളിയും തക്കാളി എല്ലാം ഉള്ളിയും കിഴങ്ങും പിന്നെ വാട്ടാന്ന് കരുതി. തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ഇവിടെ മാറ്റി വെച്ച് കണ്ടപ്പോൾ അതാ ഉള്ളിയും കിഴങ്ങും ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്നോട് വാടി കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് രസം ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കണം. ഇനി അത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ആണ്ട് അടച്ച് വെക്കും. അപ്പോൾ പിന്നെ അത് ആടാകുന്ന സമയം കൊണ്ട് നമുക്കതൊക്കെയുള്ള തക്കാളിയും കൂടി അരിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വാടി വന്നപ്പോക്കിന് നമ്മളെ തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കിയിട്ട് അതിക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് സിമ്പിളാക്കി വെക്കും. ആ സമയം കൊണ്ട് നമ്മൾ ചോറും ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഊറ്റി വെച്ചാൽ പോകാനുള്ളവർക്ക് 8 മണിക്ക് പോകാനുള്ളവർക്കാണ്ടായി കിട്ടുമല്ലോ. ഓൻ പോയാൽ തന്നെ പകുതി പണിയോട് ഒരുങ്ങിയ മാതിരിയാണ് കേട്ടോ. കാരണം ആ നേരത്തെ ഒരു മണ്ടിപ്പാച്ചിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകാണ്ട് ആകൂലേ എന്നുള്ളൊരു ബേജാറാണ് കേട്ടോ. നേരത്തെ നീക്കും, നേരത്തെ തീ ഒളിപ്പിക്കുകയൊക്കെ ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഒരു ബേജാറുണ്ടാവും, ഓന് ആയി കിട്ടൂലേ എന്നുള്ളൊരു ബേജാറിൽ അങ്ങനെ ബത്തപ്പാടിലിങ്ങനെ പാച്ചിലേക്കാരാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അതവിടെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടോ. ഇതെന്താ പറയുക, ഇത് നിലത്തെ കേബേജ് ഉപ്പേരി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്താണ് ചൂടാക്കുകയാണ്. അവന് വേണമെങ്കിൽ കൊടുത്തു വിടാം, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഉച്ചക്ക് തിന്നാലോ എന്ന് കരുതിയിട്ടാണ് ചൂടാക്കി വെച്ചതാണ്. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കുന്നത് ചിരങ്ങയാണ് കേട്ടോ. ഇത് നമ്മളെ പാടത്ത് ചിരങ്ങയാണ്. നമ്മൾ ഇന്നലെ പച്ചക്കറി ഇറക്കാൻ പോയ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് പറിച്ച് കൊടുന്നതാണ് കേട്ടോ. ഇനിയിപ്പം അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞുകാണ്ട് അത് നരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ചിരങ്ങ അരിഞ്ഞ് മുഴുവനായിട്ടില്ല കേട്ടോ. അതിൻ്റെ അടുക്ക് തന്നെ അവന് ചോറായില്ലേയും ചോദിച്ച് വന്നപ്പം വേഗം ചോറ് എന്തായി നോക്കിയതാണ്. അപ്പം ചോറ് വെന്തിട്ടുണ്ട്. അതിൽ പെട്ടെന്ന് പിന്നെ അത് ഊറ്റിയെടുക്കാൻ വേണ്ടി നിന്നു. എന്നിട്ട് പിന്നെ അടുപ്പത്ത് തന്നെ നല്ല തീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ജീരക വെള്ളം. അങ്ങനെ നമ്മൾ ചോറൊക്കെ ഇവിടെ മുഴുവൻ ഊറ്റിയിട്ടുണ്ട്. പിന്നെ തിളപ്പിച്ചാൽ വെച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഉള്ളിയും വാട്ടിയുണ്ട്. അതൊക്കെ ആക്കി കാണ്ട് ഇപ്പം ഓൻ പോയിട്ടോ. അവന് കേബേജ് ഉപ്പേരി ഓന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാഴക്കുപ്പേരിയും ഉള്ളിയും കിഴങ്ങും വാട്ടിയതാണ് ഓന് കൊണ്ടുപോയത് കേട്ടോ. പിന്നെ കഴിഞ്ഞ് നമ്മൾ ചിരങ്ങൊക്കെ നുറുക്കി വെച്ച് ഇതായിക്കുള്ള ഉപ്പും മുളകും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കഷ്ണം ഉടഞ്ഞ് കിട്ടൂല. അങ്ങനെ അതോടെ വെച്ചു ഇതാക്കണം നമ്മൾ വാഴക്കുപ്പേരി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തൂക്കി വെച്ചാണ്. 8:30 ആവാണ്. ഇനി കുളിയും ഒക്കെ കഴിയുമ്പോൾ നേരത്തെ അങ്ങനെ ഓള് നീച്ച് പോയി. ഓള് പല്ലേക്കാനും കുളിച്ചാനൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ചോറൂറ്റിന് ഇടയിൽ കൂടെ മീൻ പോയത് കണ്ടില്ല കേട്ടോ. മീനും ഒച്ച ഞാൻ കേട്ടിരുന്നു. അപ്പം ചോറ് അവനാക്കി കൊടുക്കണ തിരക്ക് കൂടെ. അപ്പം ആനക്കി കഴിഞ്ഞ് ഞാൻ പാത്രം പൈസ കയറ്റി ചെന്നപ്പോൾ മീൻ എത്തേണ്ടടുത്ത് കേട്ടോ. അതിൽ ഞാൻ കരുതി ഇനി പോവട്ടെ, കുഴപ്പമില്ല, ഉണക്കൽ മീൻ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇന്നും കൂടിയും അതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് പിന്നെ മീനൊക്കെ ഒന്ന് തൊലിച്ചെടുക്കാമെന്ന് കരുതിയിട്ടോ. തൊലി എനിക്കുണ്ടായത് മുള്ള മീനാണ്. അപ്പം തലയൊക്കെ ഒന്ന് കളഞ്ഞുകൊണ്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുത്തുകൊണ്ട് അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കും. അങ്ങനെ അത് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിണ്ടൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പാത്രം കഴുകാനുണ്ട് കേട്ടോ. രാവിലെ ഇവിടെ ഇങ്ങനെ തന്നെ തിണ്ടും സിങ്കൊക്കെ നിറഞ്ഞ് നിൽക്കും കേട്ടോ. അതൊക്കെ പൊഞ്ഞ് ക്ലീനാക്കി. അപ്പോൾ മീനും പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ക്ലീനിങ്ങും കുളിയും ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. മക്കൾ വന്നപ്പോൾ ചായയും കുടിക്കുന്നുണ്ട്. ലൈഫ് ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.